നമസ്കാരം, എൻ്റെ പേര് വിവേക്. ഇവിടെ എല്ലാവരും വികസനത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഞാൻ അല്പം രാഷ്ട്രീയപരമായ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. താങ്കൾ ഒരു കമ്മ്യൂണിസ്റ്റ് വിരോധിയാണോ? കാരണം CPM വിമർശിക്കുന്നതിലൂടെ താങ്കൾ കമ്മ്യൂണിസം എന്ന ഒരു ആശയത്തെ കൂടിയല്ല വിമർശിക്കുന്നത്. ഞാൻ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനല്ല. ഞാൻ ഇന്നലെ എന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമാപന യോഗത്തിൽ വളരെ വ്യക്തമായി ഞാൻ ഇന്നലെ പരാമർശിച്ചിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്ര വിരോധിയല്ല ഞാൻ. മാത്രമല്ല, ഇന്ത്യയെ പോലെ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ നിലനിൽക്കുന്ന സാമൂഹ്യ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായി ഇടതുപക്ഷ പ്രസ്ഥാനം ഇവിടെ വേണം. പക്ഷേ അത് ഇടതുപക്ഷ പ്രസ്ഥാനമാവണം. അത് ഇടതുപക്ഷ പ്രസ്ഥാനമാവണം. ഇടതുപക്ഷത്തിന്റെ പേരിൽ അക്രമം നടത്തി, ജനാധിപത്യ വിരുദ്ധമായ നടപടികൾ നടത്തി, എതിരാളികളെ ഇല്ലാതാക്കി, രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വർഗ വിപ്ലവം ഈ രാജ്യത്ത് വന്നപ്പോഴാണ് നമ്മൾ അതിനെയാണ് നമ്മൾ എതിർക്കുന്നത്. കമ്മ്യൂണിസത്തെയല്ല, കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയല്ല. കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം രാജ്യത്ത് ആവശ്യമാണ്. ഒരുപക്ഷെ ഞാൻ എന്റെ അനുജനോട് പറയാം, നിങ്ങൾ ഇന്ന് കാണുന്ന ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരേക്കാൾ ഒരുപക്ഷെ അതിനും ആഴവും പരപ്പുമുള്ള ഒരു നല്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ സാമൂഹ്യ ജീവിതത്തിൽ. പക്ഷെ ഇവിടുത്തെ കമ്മ്യൂണിസം എന്താ? ഇവിടുത്തെ കമ്മ്യൂണിസം എന്ന് പറയുന്നത് എതിരാളികളെ ഇല്ലാതാക്കുന്ന, എതിരാളികളെ ഉന്മൂലനം ചെയ്യുന്ന ഫാസിസമാണ്. വർഗീയ ഫാസിസവും വർഗ ഫാസിസവും നാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. രണ്ടും ഫാസിസമാണ്. രണ്ടിന്റെയും മുഖം ഒന്നാണ്, രണ്ടിന്റെയും ലക്ഷ്യം ഒന്നാണ്. എതിരാളികളെ ഉന്മൂലനം ഉന്മൂലനം ചെയ്യുന്ന ഫാസിസത്തെയാണ് ഞങ്ങളൊക്കെ എതിർക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചവർക്കറിയാം, കമ്മ്യൂണിസ്റ്റ് തിയറി പഠിച്ചവർക്കറിയാം, ഒരിക്കലും കമ്മ്യൂണിസം കൊലപാതക രാഷ്ട്രീയത്തിന്റെ അപ്പോസ്തലന്മാരുടെ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. മനുഷ്യ സ്നേഹത്തിന്റെ ഉദാത്തമായ പ്രവാഹമാണ് കമ്മ്യൂണിസം എന്ന് മാർക്സും ലെനിനും എല്ലായിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. ശാന്തമായി ഒഴുകുന്ന ഒരു നദീതടം പോലെ മനുഷ്യ സ്നേഹം പരന്നൊഴുകുന്ന പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. പക്ഷേ ആ കമ്മ്യൂണിസമാണോ നമ്മുടെ നാട്ടിൽ ഞാനും നിങ്ങളും കാണുന്നത്? 51 വെട്ടുവെട്ടി കൊല്ലപ്പെടുന്ന ചന്ദ്രശേഖരനും, കടുത്ത് വെട്ടി കൊല്ലപ്പെടുന്ന അബ്ദുൽ ഷക്കൂറും, തറച്ചു പേറി കൊല്ലപ്പെട്ട ഫസലും, അതുപോലെ നിരന്തരം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ കൊന്നൊടുക്കുന്ന ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം കമ്മ്യൂണിസം എന്നെങ്ങനെ വിളിക്കാൻ നമുക്ക് സാധിക്കും? യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ ആളുകളെങ്കിൽ തൊഴിലാളി വർഗ പ്രസ്ഥാനം കൊന്നൊടുക്കുന്നത് തൊഴിലാളികളെയാണ്. തൊഴിലാളികളെ കൊന്നൊടുക്കുന്നത് തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ആശയമാണോ, രാഷ്ട്രീയ ലക്ഷ്യമാണോ നാം പരിശോധിക്കണം. അതുകൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ അവർ വഴിതെറ്റി ആളുകളെ, എതിരാളികളെ ഇല്ലാതാക്കി ചോര പൊടിയാത്ത കൊലപാതകത്തെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഫാസിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ കുറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് അപമാനമാണ്. ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് സമാഹരണം ചെയ്യപ്പെടുന്ന ഒരു വലിയ അത്ഭുതമാണ് സ്നേഹം. ആ സ്നേഹം ലോകത്തിന് പഠിപ്പിച്ച മഹത്തായ ആശയമാണ് കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസം ലോകത്ത് വിപ്ലവം സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ വർത്തമാനകാലത്ത് രാഷ്ട്രീയ എതിരാളികളെയും തങ്ങളുടെ പ്രതിയോഗികളെയും കൊലപ്പെടുത്തി സ്വന്തമായ താല്പര്യത്തിന് വേണ്ടി കമ്മ്യൂണിസത്തെ വളച്ചൊടിച്ച അഭിനവകാലത്തെ കമ്മ്യൂണിസ്റ്റുകളല്ല ഈ നാട് ഭരിക്കേണ്ടത്. സ്നേഹം തുളുമ്പിയ, മനസ്സുകൊണ്ട് മനസ്സിലാക്കിയ, ഇന്നലകളിൽ അനുഭവമായി കടന്നു വന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്ന വലിയൊരു സന്ദേശം നൽകിയ ചോദ്യത്തിന് ശേഷം അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു പോകുന്നു.